പമ്പാ നദിയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് മുട്ടാറിലെ വീട്ടിൽ ഒരാൾ കുടുങ്ങി. അയാളെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ബോട്ടിൽ വീട്ടിലെത്തിയാണ് ആളെ മറുകരയിലേക്ക് കൊണ്ടുവരുന്നത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, ഇദ്ദേഹം മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ? ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചോ? അരുൺകുമാർ, ആ വീട്ടിൽ രണ്ടുപേരുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ഭർത്താവിന് ചികിത്സയിലുള്ളതുകൊണ്ട് തന്നെ നടന്നു പോകാൻ, അല്ലെങ്കിൽ അത് വെള്ളക്കെട്ടുള്ള വഴിയാണ്, ആ ഭാഗത്തൂടെ നടന്നു പോകാൻ കഴിയില്ല, അരപ്പൊക്കമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ ആദ്യം മറുകരയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും ഗൂർഖ ജീപ്പിലാണ് ഇപ്പോഴിതാ നീരേറ്റുപുറത്ത് എത്തിച്ചിട്ടുള്ളത്. നീരേറ്റുപുറത്ത് നിന്ന് അവരെ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ഒരാളെ ആശുപത്രിയിലേക്കും കൊണ്ടുപോകണം. ചികിത്സയ്ക്ക് എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആളാണ്, വൈദ്യ പരിശോധനയ്ക്ക് ഇറക്കി എത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ആംബുലൻസിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോഴിതാ ഈ പമ്പാ നദിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പത്തനംതിട്ടയിൽ നടക്ക് ഒഴുകി വരുന്ന നദിയാണ്, അവിടെ ജലമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മരമുണ്ട്, ആ മരത്തിന്റെ അവിടെ വരെ നമുക്ക് നടന്നു പോകാവുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ അതിന്റെ വലതു ഭാഗത്തായി നീരേറ്റുപുറത്ത് നിന്ന് മുട്ടാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നടന്നു പോകാനുള്ള നടപ്പാതയുണ്ട്. നടപ്പാതയിൽ ഏകദേശം നെഞ്ചപ്പം വെള്ളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള സ്ഥലങ്ങളിലെ ആളുകൾ, ഏകദേശം 20-30 കുടുംബങ്ങൾ ഈ നടപ്പാത വഴി പോയാൽ ഉള്ള വീടുകളുള്ളവരാണ്. അവിടെ നിന്നുള്ള ആളുകൾ ഇന്നലെ വൈകിട്ട് തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അതായത് നിലവിൽ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ തുറന്നു. അങ്ങനെ 3 ക്യാമ്പിലെ ആളുകളെ ഈ നടപ്പാത വഴി ചെല്ലുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനടുത്ത ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന ഒരാളെയാണ് ഇപ്പോഴത്തെ ആംബുലൻസിൽ പോലീസ് ഒപ്പം ബോട്ടിൽ ആദ്യം എത്തിച്ച് ഗൂർഖ ജീപ്പിൽ നിന്ന് പിന്നെ നീരേറ്റുപുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പമ്പാ നദിയിൽ ഇപ്പോഴിതാ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. അത് ഇരു കരകളിലേക്കും കയറി തുടങ്ങിയിട്ടുണ്ട്. അത് തോട്ടപ്പള്ളി വഴി യഥാവിധം ഒഴുകി പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ കിഴക്കുന്നുള്ള വെള്ളത്തിന്റെ അളവ് ഇനിയും കൂടുതലാകുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അത് കരകളിലേക്ക് ഒഴുകിയെത്തും. അങ്ങനെയാണെങ്കിൽ 100 കണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങുന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇനി അപ്പർ കുട്ടനാട്ടിൽ ഭീഷണിയുള്ളത് ലോവർ കുട്ടനാട്ടിലേക്ക് കൂടി എത്തുന്നത് ഇന്നോ നാളെയോ ആയിരിക്കും. സാധാരണഗതിയിൽ 2 ദിവസമെങ്കിലും എടുക്കും ലോവർ കുട്ടനാട്ടിലേക്ക് വെള്ളം എത്തി തുടങ്ങാൻ. അങ്ങനെ ഈ പമ്പാ നദി ഇപ്പോൾ കര കവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി വെള്ളം ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. എന്താണെങ്കിൽ ഇവിടെ അപകട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവിന് രോഗിയായ ഒരാളെയുമാണ് ഇപ്പോഴിതാ പോലീസിന്റെ ബോട്ടിൽ ആദ്യം മറുകരയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും ഗൂർഖ വാഹനത്തിൽ നീരേറ്റുപുറത്തെത്തിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിലെ എടത്വ നീരേറ്റുപുറം എന്ന സ്ഥലത്തെ പമ്പാ നദിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവായിരിക്കും ഇനിയുള്ള അപ്പർ കുട്ടനാട്ടിന്റെ ഗതി നിർണ്ണയിക്കുക. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരിനോടും അധികാരികളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നേരത്തെ അബിൻ വർക്കി അടക്കം പറഞ്ഞിരുന്നതാണ്, റവന്യൂ അധികാരികൾ കുറച്ചുകൂടി ഒന്ന് ഊർജ്ജസ്വലരാകേണ്ടതുണ്ട്. കാരണം വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.